الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون ബഹുമാനപ്പെട്ടവരെ, മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. മതപരമായ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഒരു സൂചന നൽകി. മതപരമായ വിജ്ഞാനം നേടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പണ്ഡിതന്മാരത് വിഭജിച്ചിട്ടുണ്ട്. ഫർള് ഐനായിട്ടും നേടേണ്ട വിജ്ഞാനമുണ്ട്, ഫർള് കിഫായയായിട്ടും നേടേണ്ട വിജ്ഞാനമുണ്ട്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും നിർബന്ധമായും അറിയേണ്ടത്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ ബാധ്യതയായി നിർവഹിക്കപ്പെടേണ്ടത് എന്ന്. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികളും യുവാക്കളുമൊക്കെ ഇന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പൊതുവെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനീയായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. നിസ്കാരം, ഹജ്ജ്, നോമ്പ്, സക്കാത്ത്, അതുപോലെ മയ്യിത്ത് നിസ്കാരം, മയ്യിത്ത് സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അത് നമ്മൾ കുട്ടികൾക്ക് അറിയണം. അത് അവരവർ തന്നെ അറിയണം. ആരോടെങ്കിലും ചോദിച്ചാൽ പോരാ, അറിവില്ലെങ്കിൽ ചോദിക്കാം, വേറെ കാര്യം. അപ്പൊ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയണം. എങ്ങനെ നിസ്കരിക്കണം എന്നറിയണം, അതിന്റെ രൂപം അറിയണം, അതിന്റെ സുന്നത്തായ കാര്യങ്ങൾ അറിയണം. അത് പഠിക്കണം. അതിനാണ് നമ്മുടെ മദ്രസ. എല്ലാം നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. വലിയവർക്കും അതറിയണം. വുളു എങ്ങനെ ചെയ്യണം, അതുപോലെ നോമ്പിന്റെ കാര്യം, ഹജ്ജിന്റെ കാര്യം. നമ്മളൊക്കെ സാധാരണ കാണുന്നത് ഹജ്ജിന് പോകുമ്പോൾ ആളുകൾ കുറച്ചൊക്കെ പഠിക്കാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ അപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. മതപരമായി കുറച്ച് അറിവൊക്കെ നേടണം എന്ന് കാശലവാകുമ്പോഴാണ് തോന്നുന്നത്. അത് സാഹചര്യം അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ ദൈനംദിനമുള്ള നിസ്കാരത്തിന്റെ കാര്യം, ഒളുവിന്റെ കാര്യം, ഒളുവും തയമ്മും നമ്മളിവിടെ മെമ്പറിലൂടെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇപ്പോഴും നിസ്കാരത്തിൽ നോക്കിയാല് 4 ആളുണ്ടെങ്കിൽ 4 രൂപത്തിലാണ് നിസ്കാരം. അതിന്റെ കൃത്യമായ രൂപം പഠിക്കുന്നില്ല. അത് നിർബന്ധമായി പഠിക്കണം എന്നാണ്. മരിച്ചാൽ എന്ത് ചെയ്യണം, മരിച്ചോടത്ത് നമ്മുടെ സാന്നിധ്യം എന്തിനാണ്? പലയിടത്തും പോയാലും മരിച്ചോടത്ത് മയ്യത്ത് കണ്ണ് വീഴ്ച കിടക്കുന്നുണ്ടാവും. മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് കൂടെ നിൽക്കുന്നവർക്ക് അറിയില്ല. കണ്ണ് വീഴ്ച കിടക്കുന്നുണ്ടാവും, വായ പൊളിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഇസ്ലാമികമായിട്ടൊരു മര്യാദയുണ്ട്. അത് പഠിക്കണം. അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, നിക്കാഹ്, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ
നിക്കാഹിന്റെ സീഗ അങ്ങ് ആലോചിച്ച് നോക്കൂ. ഒരു യുവാവിന് ഓൻ IT എഞ്ചിനീയറും അതിന്റെ മേലുള്ള ആളുമായിരിക്കും, പക്ഷേ കല്യാണം കഴിക്കുമ്പോ നിങ്ങളുടെ മകളെ ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾ നിക്കാഹ് ചെയ്തു തന്നത് സ്വീകരിച്ചു എന്ന് പറയാനുള്ള ധൈര്യം ആ പടപ്പിനില്ല. എന്നിട്ടാണ് ഈ നിക്കാഹിന്റെ സ്റ്റേജിൽ ഇപ്പൊ നമ്മളത് കാണില്ല, അങ്ങനെ പരിപാടി ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ കിടന്നിപ്പം വിരകിണ്ടാണ് അത് പറഞ്ഞു കൊടുക്കുമ്പോ. എന്തേ ഓൻ പഠിക്കണം. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഹജ്ജിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ പെണ്ണെട്ടാൻ പോകുന്നതിന് മുമ്പ് നിക്കാഹിന്റെ സീഗ പഠിക്കണം. അല്ലാതെ മൊയിലേക്ക് കെട്ടിച്ചു കൊടുക്കലല്ല. പലയിടത്തും അങ്ങനെയാണ്. ആദ്യം മൊയിലേർക്കൊന്ന് കെട്ടിച്ചു കൊടുക്കും, പിന്നെ ഇങ്ങോട്ടൊന്ന് കെട്ടിച്ചു കൊടുക്കും. എന്തൊക്കെ കാണിക്കണത് ആലോചിച്ചു. എത്ര ചിട്ടയായിട്ടാണ് നമ്മുടെ മതം കർമ്മങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ എത്ര ആഭാസമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നിസ്കാരാവട്ടെ, നോമ്പാവട്ടെ, ഏത് കാര്യമാവട്ടെ ആഭാസകരമാണ് പലപ്പോഴും. എന്താ കാരണം? ഫർള് ഐനായിട്ടുള്ള അറിവ് നേടിയിട്ടില്ല എന്നതാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കണം. അതുപോലെ പ്രധാനമാണ് തഹാറത്ത്, ശുദ്ധിയാക്കുക എന്നുള്ളത്. പലപ്പോഴും അതിന്റെയൊക്കെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിപ്പിക്കുമ്പോ അറിയും. തഹാറത്തൊന്നും പഠിക്കാത്ത കുട്ടികളുടെ കൂടെ തഹാറത്ത് പഠിച്ച നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുമ്പോ അതിന്റെ വ്യതിരക്തത, അതിന്റെ വേർതിരിവ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. പ്രായപൂർത്തിയായാൽ, ഹൈലുണ്ടായാൽ, മെൻസസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, എങ്ങനെ വൃത്തിയാകണം, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ടത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസകളിൽ അത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതറിയില്ല. എങ്ങനെ കുളിക്കണം, എങ്ങനെ വൃത്തിയാവണം, ജനാബത്തുണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് ശുദ്ധിയാവണം, അവൻ എന്തെല്ലാം ഹറാമാകും, എന്തെല്ലാം ഹലാലാകും. ഇതൊന്നും ഒരു അപകടകരമായ കാര്യമല്ല. ആ മതത്തിന്റെ നിഷ്കർഷത ഒരാളും അതിനെ എതിര് പറയുന്നതുമല്ല. പക്ഷെ ചിട്ടയായി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഫർള് ഐനായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതൊന്ന്. അതിന് സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ മൊബൈലും യൂട്യൂബൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ ഫർള് കിഫായായിട്ടുള്ള കാര്യങ്ങൾ. ലോകത്ത് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടാവും. ഇന്നത്തെ കാര്യം വലിയ അപകടമാണ്. മതം പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ചുക്കും അറിയില്ല. ഓൻ അത് മാത്രമായിട്ട് ഓൻ അങ്ങനെ ജീവിക്കും. മറ്റെന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മതം ഒരു പുച്ഛമാണെന്നുള്ള തോന്നലാണ്. നിങ്ങൾ ആലോചിച്ചു, ആ ഒരു തോന്നല് എങ്ങനെയോ കയറി വന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മൗലാന ആസാദ് അദ്ദേഹത്തിന്റെ UGC സ്ഥാപനം എന്ന് പറഞ്ഞാൽ UGC സ്ഥാപിച്ചത്, UGC കൊണ്ടുവന്നത്, അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള നിർബന്ധിത വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. നല്ലൊരു ആലിമുമായിരുന്നു. അദ്ദേഹത്തിന്റെ തർജുമാൽ ഖുർആൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. ഒരു കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പഴയ കാലം എടുത്തു നോക്കിയാൽ അബ്ബാസിയ കാലം, അറബി ഭാഷയുടെയും ഒക്കെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ അരിസ്റ്റോട്ടലിനെ പോലെ, അതുപോലെ തന്നെ പ്ലാറ്റോനെ പോലെയുള്ള ബുദ്ധിജീവികള് ഇസ്ലാമിൽ നിന്ന് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഹിന്ദി, അതുപോലെ തന്നെ ഫാറാബി, ഇബ്നു സീന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിസന്ന എന്നാണ് മെഡിക്കൽ ശാസ്ത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. കുറച്ചു കാലം വരെ, അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ റഫറൻസ് ഗ്രന്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ഖാനൂന് ഫി തിബ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, പ്രധാനപ്പെട്ട ഗ്രന്ഥം. ഇബ്നുൽ ഹൈസം നമുക്കറിയാം, അമേരിക്ക ഈ അടുത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം മനസ്സിലാക്കിയത്. ഒപ്റ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ലെൻസുകളെ കുറിച്ചുള്ള വലിയ പഠനം നടത്തി ഇബ്നുൽ ഹൈസം. ഇവരൊന്നും കേവലം ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നില്ല. അവരൊക്കെ ഇസ്ലാമികമായിട്ട് അവർക്കറിയാം. അവരുടെ പ്രാഥമികമായിട്ടും അതിലപ്പുറവും ദീൻ പഠിച്ചവരാണ്. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ ദീൻ പഠിച്ചാൽ മൊല്ലാക്കയാവും എന്നുള്ളതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാം. ഒരു കുട്ടിയെ അറബി കോളേജിൽ ചേർക്കണം എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമാണ്. ഇല്ലെങ്കിൽ ആ കുട്ടിയെ ഒരു ഖുർആൻ ക്ലാസ്സിന് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ വലുതായ അതൊക്കെ ഒരു പുച്ഛമായിട്ടാണ് പലപ്പോഴും കാണുന്നത്.
അവൻ വലിയ വലിയ സ്റ്റാറ്റസിൽ പോകുന്ന ആളാണ്. പിന്നെ ചിലർ പറയും അവന് ദീനുണ്ട്, അവന് ദീനും ഉണ്ട്. അവന്റെ ദീൻ ഏതാണ്? അവന്റെ ദീന് എന്താ പറയാ, ഗൂഗിൾ ഉസ്താദിന്റെ ദീനാണ്. അവന്റെ വലിയ ഗുരു ഗൂഗിൾ ഉസ്താദാണ്. ഓൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിൽ അടിച്ചു നോക്കും. അങ്ങനെ പഠിച്ചാ പോരാ. പലപ്പോഴും ഗൂഗിൾ ആരോ പറയില്ലേ AI, ഇപ്പൊ AI വരെ എത്തി നിൽക്കാൻ. AIക്ക് പെണ്ണിനെ അറിയും, പക്ഷെ ഉമ്മാനെ അറിയില്ല. പെണ്ണിനെ അറിയും, ഉമ്മാനെ അറിയില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതില് നോക്കും, അതാണ് ശരിയെന്ന് വിചാരിക്കും. എന്നിട്ട് അനാവശ്യമായ ചിന്തകൾ രാജ്യത്തുണ്ടാക്കും. ഓന്റെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കും. അവൻ പഠിച്ചതാണ് ദീന് എന്ന് അവൻ വാശി പിടിക്കും. ഒരു കർമ്മശാസ്ത്രമോ ഖുർആനോ ഹദീസോ പഠിക്കുമ്പോ അതിന് യുക്തമായ രീതിയിൽ അതിന്റെ ശറഹുകൾ ഉണ്ടാകും, അതിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും, അതിന് പണ്ഡിതന്മാർ പറഞ്ഞതുണ്ടാകും. ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കൂടി പഠിച്ച് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ആശയമുണ്ടാകും. അതാണ് മസ്അല. അതാണ് മസ്അല. അത് പഠിക്കണ്ടേ? മതപരമായ വിദ്യാഭ്യാസം നേടിയാലേ നടക്കൂ. ഹദീസിൽ കാണും, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോ നിങ്ങൾ തെക്കോട്ടോ വടക്കോട്ടോ തിരിയരുത്. നിങ്ങൾ ഖിബ്ലക്ക് അഭിമുഖമായി നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യരുത്. നിങ്ങൾ പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ തിരിയുക. പറ്റുമോ? നെറ്റ് വായിച്ചു നോക്കിയാൽ പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ തിരിയാനാ പറഞ്ഞു. നമുക്കത് പറ്റുമോ? നമുക്ക് പറ്റൂല. നമുക്ക് പടിഞ്ഞാട്ടും കിഴക്കോട്ടും തിരിയാൻ പറ്റൂല. നമുക്ക് തെക്കോട്ടോ വടക്കോട്ടോ തിരിയണം. ചെറിയൊരു ഉദാഹരണം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു പ്രചോദനങ്ങൾക്ക് പറയാം. ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യാലസ്സലാ ഹയ്യാലുൽ ഫലാ എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കണം എന്നാണ്. മൈക്കന്റെ മുന്ന് അങ്ങനെ മുഖം തിരിച്ചാലോ പ്രധാനപ്പെട്ട ഹയ്യാലസ്സലാ ഹയ്യാലുൽ ഫലയും കേൾക്കുവോ? ബാക്കിയുള്ളവർ കേൾക്കുവോ? കേൾക്കൂല. അപ്പൊ മസ്അല എന്ന് പറയുന്നത് നേർക്ക് നേരെ ഒരു ഹദീസ് വായിച്ച് അത് നടപ്പിലാക്കലല്ല. നേർക്ക് നേരെ ഒരു ആയത്ത് കേട്ട് അത് നടപ്പിലാക്കലല്ല. എനിക്കറിയാം, ഒരു സുഹൃത്ത് കാര്യമായി പഠിച്ച, ഉന്നതമായി പഠിച്ച വ്യക്തി, അദ്ദേഹത്തോട് 5000 രൂപ ഒരാൾ കടം ചോദിച്ചു. 5000 രൂപ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. 5000 രൂപ കടം ചോദിച്ചപ്പോ ഒരു ഫോറമാണ് അദ്ദേഹം നൽകിയത്. എന്താ? ഞാൻ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളാണ്. എന്താ ഫോറത്തില്? കാശ് കടം വാങ്ങുന്നവന്റെ പേര്, വാങ്ങുന്നതിന്റെ പർപ്പസ്, എന്തിനാണ് കടം വാങ്ങുന്നത്, അതുപോലെ തന്നെ സാക്ഷി, 2 സാക്ഷി, 5000 രൂപ കേട്ടോ, 2 സാക്ഷി, ഒരാണില്ലെങ്കിൽ ഒരു പെണ്ണ്. അങ്ങനെ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം ആയത്തുദ്ദൈനാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈനാണ് അവസാന ഭാഗത്ത്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് കടത്തെ പറ്റിയിട്ടാണ്. പക്ഷെ ഒരു 5000 രൂപ കടം ചോദിക്കുമ്പോ ഈ ജാതി ഫോറൊക്കെ അടിച്ചുണ്ടാക്കിയിട്ട് അതിന്റെ അവസാനം എന്ന് തരും എന്നൊക്കെ എഴുതി. അപ്പോ ഓനാകെ ബേജാറായിട്ട് ഈ ഫോറായിട്ട് വേറെ സുഹൃത്തിന്റെ അടുത്ത് ചെന്നു. അവനാ ഫോറ എനിക്ക് അയച്ചു തന്നു. ഞാനത് വായിച്ചു. ഞാൻ 5000 രൂപ എടുത്ത് കൊടുത്തു പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒരു കടം വാങ്ങുമ്പോ എഴുതി വെക്കണം എന്ന് ഒരാളെ ബുദ്ധിമുട്ടിക്കാനല്ല. പരമാവധി നിങ്ങൾ ഇത് സൂക്ഷ്മത പുറത്തണം. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അതൊരു മുസ്തഹബായ കാര്യമാണ്, അതൊരു നല്ല കാര്യമാണ് എന്നാണ്. നിർബന്ധമായിട്ട് ഒരു റുപ്യ ഒരാൾ ചോദിച്ചാൽ അതിന് ഈ കണ്ട ഫോറൊക്കെ പാടെ പൂരിപ്പിച്ചു കൊടുക്കണം എന്നല്ല. ഇതെന്തുകൊണ്ട് കിട്ടി? നെറ്റിന്ന് അങ്ങനെ കിട്ടിയത്. ഞാൻ പറയാൻ തരാം, ഉസ്താദുമാരില്ലാതെ ഖുർആൻ പഠിച്ചാൽ, കൃത്യമായി മതപണ്ഡിതന്മാരിൽ നിന്നല്ലാതെ മതം പഠിച്ചാൽ പല ജാതി ചിന്താഗതികളും ഉണ്ടാകും. തവക്കുൽ എന്നൊരു വിഷയം, അത് പറയാൻ വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പള്ളി പോകുമ്പോൾ ഒരാൾ വിളിച്ചത്, ഭാര്യയ്ക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കാതെ ഗർഭിണിയായ കുട്ടി, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടു പോയി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അവൻ കൊണ്ടുപോയില്ല, ആശുപത്രി കൊണ്ടുപോയില്ല, സ്കാൻ ചെയ്തില്ല, കുട്ടി വലിപ്പം കൂടുതലായിരുന്നു. ഖുതുബ കഴിഞ്ഞപ്പോ ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ആരങ്ങളോട് പറഞ്ഞു? ഞാൻ ഖുതുബയിൽ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞാൽ അത് കേൾക്കണം, ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് എന്റെ മകനായിരുന്നു, എന്റെ മകൻ നെറ്റ് നോക്കിയിട്ടാണ് എല്ലാ ഇസ്ലാം മതം കൊണ്ടെടുക്കുന്നത്. ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ പാടില്ല. അപ്പൊ മതപരമായ വിജ്ഞാനം അത് ലഭ്യമാകുന്നിടത്ത് ഇനി എവിടുന്ന് കേട്ടാലും ശരി ഉസ്താദന്മാരോട് ചോദിച്ച് അത് പഠിക്കുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു, ഒന്നിലും നമ്മുടെ പണ്ഡിതന്മാര്, പഴയകാല പണ്ഡിതന്മാര് പിന്നിലല്ല. അവരൊക്കെ കേവലം മൊല്ലാക്കയായിട്ടൊരു മുണ്ടൂട്ട് നടക്കുന്ന ആളുകളായിരുന്നില്ല.
നിങ്ങൾ എന്ത് ശാസ്ത്രം എടുത്ത് പരിശോധിച്ച് നോക്കി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, അവരൊക്കെ മനസ്സിലാക്കി അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. ചിന്തിക്കുന്നില്ലേ? ചിന്ത എന്നത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ചിന്ത എന്നത് അറിവ് നേടാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗം. ഖുർആൻ പഠിപ്പിച്ച 3-4 മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ചിന്തിക്കുക. അവർ ചിന്തിച്ചു. സാധാരണക്കാർ അങ്ങനെ ചിന്തിച്ചു. ഒരു കണ്ണുപൊട്ടനോട് ചോദിച്ചു, നിനക്ക് ദുനിയാവിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് ഒട്ടകത്തെ കാണണം. എനിക്ക് ലോകത്ത് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഒട്ടകത്തെ കാണണം. എന്തിനാ ഒട്ടകത്തെ കാണുന്നത്? ഖുർആൻ പറഞ്ഞിട്ടില്ലേ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്? ഒട്ടകത്തെ നോക്കണില്ലേ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഒട്ടകത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. പക്ഷെ വലിയ ചിന്തകന്മാര്, വിചക്ഷണന്മാര് അവർ അഫലാ യൻദുറൂന ഇലൽ ഇബ്ൽ, നിങ്ങൾ ഒട്ടകത്തിന്റെ ശാസ്ത്രം പഠിക്കുന്നില്ലേ എന്ന്. ഒട്ടകത്തിന്റെ ചുണ്ട്, ഒട്ടകത്തിന്റെ കാല്, ഒട്ടകത്തിന്റെ കണ്ണ്, അതായത് നിങ്ങൾ സുവോളജി പഠിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവരതിൽ നിന്ന് കണ്ടെത്തി. നിങ്ങൾ പർവ്വതശാസ്ത്രം, പിന്നെ പർവ്വതശാസ്ത്രം, ഒറോളജി പഠിക്കുന്നില്ലേ? പർവ്വതങ്ങളെ കുറിച്ച്. എന്താണ് പർവ്വതം? അത് മുകളിലേക്ക് ഇത്ര ഉണ്ടെങ്കിൽ 3-ൽ 2 താഴേക്കുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ പർവ്വതത്തെ കുറിച്ച്, അതിലെ പിന്നെ മരങ്ങളെ കുറിച്ച്, ചെടികളെ കുറിച്ച്, കല്ലുകളെ കുറിച്ച്, അതിലെ ചരലിനെ കുറിച്ച് അവർ പഠനം നടത്തി. ഒറോളജി വലിയ ശാസ്ത്രമുണ്ടായി. പർവ്വതശാസ്ത്രത്തെ കുറിച്ച് അവർ പഠനം നടത്തി. വൈലല്ലർലി കൈഫ സുത്തിഹത്, ഭൂമിയിൽ നോക്കില്ലേ? ഭൂമിയിൽ നോക്കി ഒതുങ്ങുന്നില്ല. അവർ ജിയോഗ്രഫി പഠിച്ചു. ഭൂമിയുടെ കിടപ്പിനെ കുറിച്ച് പഠിച്ചു. ഭൂമിയുടെ പാളികളെ കുറിച്ച് പഠിച്ചു. മേലെ വൈലസമ, ആകാശത്തെ കുറിച്ച് പഠിച്ചു. ആസ്ട്രോണമി പഠിച്ചു. അതുപോലെ ഓസോൺ പാളികളെ കുറിച്ച് പഠിച്ചു. നമുക്കറിയാം ഇന്ന് പ്രകൃതി ഏറ്റവും വലിയ പഠനം നടക്കുന്നുണ്ട്. ഓസോൺ പാളികള്, സ്ഫിയറുകള്, അറ്റ്മോസ്ഫിയർ, അങ്ങനെ പറഞ്ഞ ഓരോ സ്ഫിയറുകളുണ്ട്. അതിനെ കുറിച്ച് പഠിച്ചു. 7 ഭൂമി ഖുർആനിൽ പറഞ്ഞപ്പോ ഭൂമിയുടെ ലെയറുകളെ കുറിച്ച് പഠനം നടത്തി. എന്തുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടാകുന്നു പഠനം നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത് പഠിച്ചതുകൊണ്ട് ഇന്നേ വരെ ആരും പിഴച്ചു പോയിട്ടില്ല. വേറെന്തെങ്കിലും പഠിച്ചത് കൊണ്ട് ഒരാൾ ഭൗതികനായി മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ മതത്തിലെ അവരുടെ അറിവുകളും സംഭാവനകളും ഏറ്റവും കൂടുതലാണ്. ചോക്കോ പഴയകാല പണ്ഡിതന്മാരുടെ ചരിത്രത്തെ പരിശോധിച്ചാൽ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതകാലം വേറെ ഒരു പണിക്കും പോകാതെ ഇരുന്ന് വായിച്ചാലും തീരാത്തത്ര ഗ്രന്ഥങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ. അലാവുദ്ദീൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് കൻസുൽ ഉമ്മാൽ. 18ഓളം വാള്യങ്ങളുണ്ട്. ഒരു ലൈബ്രറി നിറക്കാവുന്നത്ര ഗ്രന്ഥങ്ങൾ, നിറക്കാവുന്നത്ര വാള്യങ്ങളാണ്. അതുപോലെ തന്നെ ഷാ വലിയുല്ലാഹി ദഹ്ലവി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. വലിയ പണ്ഡിതന്മാരാണ്. നമ്മുടെ കേരളത്തിലും കുറച്ചു കാലം വരെ മോശമായിരുന്നില്ല. കാരണം അവര് വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തു. എല്ലാ വിഷയത്തിലും അവർ എഴുതി വെച്ചു. അവർ സ്പർശിക്കാത്ത ഒരു വിഷയമില്ല. അമാനി മൗലവിയുടെ തഫ്സീർ ഏറ്റവും വലിയൊരു സമ്പത്താണ്. അങ്ങനത്തെ ഒരു തഫ്സീർ പിന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും നിങ്ങളൊന്ന് വായിക്കുക. ജീവിതകാലത്ത് നമ്മൾ ഒരു ലക്ഷ്യം വെക്കുക. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ആവട്ടെ. ഞാൻ മരിക്കുന്നതിനുള്ള, ഇപ്പോഴും എനിക്കറിയാം പരിശുദ്ധ ഖുർആൻ പഠനത്തിൽ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ ഒരു പ്രായമായ ആള്, 80 വയസ്സായ ഒരാൾ പറഞ്ഞത് ഒറ്റ ലക്ഷ്യം ഇനി ദുനിയാവിലുള്ളൂ എന്നാ. ജീവിതം കഴിയണതിന്റെ മുമ്പ്, മരിക്കുന്നതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ എനിക്ക് മുഴുവനും ഒരു ആവർത്തി അർത്ഥം വെച്ച് മനസ്സിലാക്കണം. സ്ഥിരമായിട്ട് അദ്ദേഹം ക്ലാസ്സിന് വരും. അദ്ദേഹം ഇത് പഠിക്കും. അങ്ങനെ പഠിക്കണം. ഒരു ലക്ഷ്യം, ഏറ്റവും ചുരുങ്ങിയത് അമാനി മൗലവിയുടെ തഫ്സീർ, അതെങ്കിലും നമ്മൾ വായിക്കണം. പല പള്ളികളിലും ഉണ്ടാവും, പക്ഷെ അതെടുത്ത അതിലാകെ പൊടി ഉണ്ടാവും. ആരോ പറഞ്ഞ പോലെ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കില്ല. പള്ളിയിലുണ്ടാവും, പള്ളിയിലെ ഗ്രന്ഥശാലകളിൽ ഉണ്ടാവും. നിങ്ങൾക്കറിയോ ഇന്ന് വായനാ ദിനം ആഘോഷിക്കാൻ പുതുവായിൽ നാരായണ പണിക്കർ എന്ന ചുരുക്കപ്പേരിൽ PM പണിക്കർ എന്നറിയപ്പെടുന്ന അദ്ദേഹം മരിച്ചത് 1995-ലാണ്. അദ്ദേഹമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ കെട്ടിപ്പടുത്തത്. 1996 ജൂൺ 19 മുതൽ 95 ജൂൺ 19-ലാണ് അദ്ദേഹം മരിക്കുന്നത്. 96 ജൂൺ 19 മുതൽ നമ്മുടെ കേരളത്തിൽ വായനാ ദിനം ആഘോഷിച്ചു വരുന്നത്. അത് നാഷണൽ റീഡിംഗ് ഡേ എന്ന പേരിലാണ്. ലോക വായനാ ദിനം വേറൊന്നുണ്ട്. അത് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഏപ്രിൽ 23-ന്. അത് ഉദ്ദേശിച്ച ബന്ധമല്ല, അത് കുറച്ചുകൂടി എഴുത്താണ്. വായിക്കാഞ്ഞിട്ട് നമ്മൾ തുടങ്ങി വെച്ചത്.
അങ്ങനെ ആദ്യമൊക്കെ വായനാ ദിനമായിരുന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോൾ വായനാ ദിനമാണ്. 2017 വിദ്യാരാജ്യം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നാഷണൽ ഡേ ആക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചപ്പോ അതുവരെ വായനാ വാരമാക്കി മാറ്റി. വായനാ വാരവും കഴിഞ്ഞിട്ട് ആരും വായിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യം മുതൽ വായനാ മാസമായിട്ടാണ് ആചരിച്ചു പോരുന്നത്. നിങ്ങൾക്കറിയാം, നമ്മക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഗതിയിടേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധ ഖുർആന്റെ അവതരണം തന്നെ ഇഖ്റ എന്ന് പറഞ്ഞാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതിലെല്ലാം ഒതുങ്ങി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വായനയുണ്ട്, ചിന്തയുണ്ട്. അലഖ് ചിന്തിക്കേണ്ട വിഷയമാണ്. അലഖ് ചിന്തിക്കേണ്ട വിഷയമാണ്. ഭ്രൂണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇഖ്റ എന്ന് പറയുന്നത് വായനയാണ്. എന്തു വായിക്കണം? ബിസ്മി റബ്ബിക്, റബ്ബിന്റെ നാമത്തിൽ വായിക്കണം. വായിക്കുമ്പോ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കണം, വായിക്കാൻ പറ്റുന്നത് വായിക്കണം. പൂർവികരായ ആളുകളൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് വായനയുടെ പ്രാധാന്യമാണ് പറയുന്നത്. ഒരു വിഭാഗം വായിക്കണം. എന്തിനു വായിക്കണം? ഭൗതികമായ അറിവ് നേടാൻ മാത്രം പോയാൽ പോരാ. വേറുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ. പള്ളി നിർമ്മിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനും മാത്രം ഒരുങ്ങിയാൽ പോരാ. അതിനും ഒരു വിഭാഗം വേണം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. എല്ലാ മുഅ്മിനീങ്ങളും യുദ്ധത്തിന് പോകാൻ പാടില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. സൂറത്ത് തൗബയിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അന്നത്തെ സഹാബികൾക്ക് യുദ്ധം ചെയ്യാൻ പോകാതെ അതിലപ്പുറം വേറെ ഇഷ്ടമല്ല. കാരണം അവരത്രയും ഷഹീദാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ യുദ്ധം എന്ന് കേട്ടാൽ എല്ലാവരും കൂടിയാണ് പോകും. പക്ഷെ അള്ളാഹ് പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ. എന്തുകൊണ്ട് നിങ്ങൾ ഒരു വിഭാഗം ഉണ്ടാകുന്നില്ല? അവർ യതഫഖഹു ഫിദ്ദീൻ, അവർ മതപരമായ അറിവില് അവരെന്ത് ചെയ്യും? ഫിഖ് നേടും, അറിവ് നേടും. മതപരമായ അറിവ് നേടാൻ ഒരു വിഭാഗം ആളുകൾ വേണം. എന്ത് പഠിച്ചാലും മതപരമായ അറിവുള്ള ഒരാളുകൾ വേണം. എന്തിന്? അഥവാ യുദ്ധം ജയിച്ച് ആരെങ്കിലും മടങ്ങി വന്നാൽ ലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, അവർ യുദ്ധം കഴിഞ്ഞ് വല്ലവരും ബാക്കിയായി ആയസ്സുള്ളവരായിട്ട് വന്നാൽ ആയസ്സുള്ള ഒരാൾക്കും, ആലോചിച്ച് നിങ്ങള്, ജീവനുള്ള ഒരാൾക്കും മതപരമായ വിധി അറിയാതിരിക്കാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങള് അറിയാതിരിക്കാൻ പറ്റൂല. അവര് പഠിക്കണം. വേറെ ആരും അതിനെ ആശ്രയിക്കണ്ട. അതിന് ഉസ്താദന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാരും ആവശ്യമില്ല. എന്തിന്? ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. അവർക്കൊരു താക്കീത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് നിലക്ക് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഒരു വിഭാഗം ആളുകൾ അറിവ് പഠിക്കാൻ വേണ്ടി പോകണം, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം, അറിവിനുള്ള യാത്ര. അല്ലെങ്കിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇരുന്നിട്ട് അറിവ് പഠിക്കണം. പോയവര് അറിവ് പഠിക്കുകയാണെങ്കിൽ ഇവിടെ വന്നോൽക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം. ഇരുന്നോൽ അറിവ് പഠിക്കുകയാണെങ്കിൽ പോയവര് വരുമ്പോ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം. എന്താ അറിയോ? ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പുരോഹിതന്മാരെ നിങ്ങളെ തടയും. യഥാർത്ഥ അറിവ് നേടുന്നതിൽ നിന്ന് പുരോഹിതന്മാരെ നിങ്ങളെ തടയും. എവിടെയാണ് പുരോഹിതന്മാർ പ്രത്യക്ഷപ്പെടുക? നമുക്കറിവില്ലെങ്കിലാണ്. ആലോചിച്ചു, നമ്മുടെ അറിവ് എവിടെ എത്തി? ഈ അടുത്ത് ഒരു മയ്യത്ത് ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്തപ്പോ പള്ളിക്കലത്തെ ഇമാമാണ് അവിടെ ജനാസ സംസ്കരിച്ചു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് മക്കളും അതിന്റെ സംശയങ്ങളും തർക്കങ്ങളൊക്കെ വേറെ ഉണ്ട്. അവനാന് ബന്ധപ്പെട്ട ആളുകൾ മയ്യത്തിന് ഇമാമക്കണമെന്ന് ഞാൻ ചോദിച്ചു, ഭാരവാഹികളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഉസ്താദ് നിന്നത്? മക്കള് മയ്യത്ത് സ്കരിക്കാൻ നിന്നിട്ട് തെറ്റിച്ചിട്ടാണ് ചിലർ റുക്കുവിൽ പോവുക. ആലോചിച്ചോക്കി, വിവരം വേണ്ടേ? ഓന അന്തല്ല, ഓൻ പഠിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ പഠിപ്പിച്ചു. നമ്മൾ മരിച്ച അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയാൻ നമ്മൾ പഠിപ്പിച്ചില്ല. ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അവന്റെ അടുത്തുണ്ട്. ഇതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ആരും കൊടുക്കൂല. ചിലരെന്ത് ചെയ്യാ? മയ്യത്ത് സ്കരിക്കാൻ മകൻ കയറിക്കും. ഓനക്കറിയാം മയ്യസ്കാരാണ്, രോഗം അറിയാണല്ലോ നിൽക്കണത്. എന്നിട്ടോ എന്ത് ചെയ്യും? ഒന്നാമത്തെ റക്അത്തിലാണ് റുക്കുവിൽ പോകും. അപ്പൊ എല്ലാരും പാടെ വിശ്വാസം. ചിലർ 5 തക്ബീറില്ലു, ചിലർ 2 തക്ബീറില്ലു സലാം വിട്ടും, ചിലർ സലാം വിട്ടാൻ നേരത്തെ ഇരിക്കും. ആകെ കൂടി കോപ്രായം. അപ്പൊ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു, ആലോചിക്കും, മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു ഇവിടെ മരിച്ചാൽ ഇവിടുത്തെ ഉസ്താദ് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്.
എന്താ അങ്ങനെ ആയത്? മയ്യത്ത് നമ്മുടെ തൊട്ടടുത്ത മഹല്ലാട്ടോ, ആലോചിച്ച് നോക്കണം. ഇതില് മയ്യത്ത് നിസ്കാരം പഠിച്ചൊരു കുട്ടിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എല്ലാം അവർ പഠിക്കും. സ്വന്തം മാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അവൻ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമിൻഹും ഉമ്മിയൂൻ, ജൂതന്മാരെ പറ്റി പറഞ്ഞു കൊടുത്തു. വമിൻഹും ഉമ്മിയൂൻ ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ. അവരുടെ കൂട്ടത്തിൽ ചില ഉമ്മിയുകളുണ്ട്. ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷരർ എന്നാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് കുട്ടികൾ പഠിക്കണം, ഹർഫിയ് എന്നാണ്. ഹർഫിയ് സാക്ഷരൻ. സാക്ഷരതയുടെ മാനദണ്ഡങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇന്നത്തെ സാക്ഷരത AI സാക്ഷരതയാണ്. പണ്ട് സാക്ഷരത തുടങ്ങിയപ്പോ കേരളം സമ്പൂർണ്ണ സാക്ഷരരായി എന്ന് പറഞ്ഞപ്പോ അക്ഷരം വായിക്കാൻ കഴിവുള്ളവരായി എന്നായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷെ ഇന്നത്തെ സാക്ഷരത AI-യിലെ സാക്ഷരതയാണ്. സാക്ഷരത മാറി വരും. റബ്ബിന്റെ അടുത്ത സാക്ഷരത പരിശുദ്ധ ഖുർആനിന്റെ സാക്ഷരതയാണ്. മതപരമായ സാക്ഷരതയാണ്. മതപരമായ ദീനീപരമായ മനുഷ്യൻ സാക്ഷരനാകുന്നത് പ്രത്യേക അടിവരട്ട് മനസ്സിലാക്കുക. നമ്മളൊക്കെ അള്ളാന്റെ അടുത്ത് സാക്ഷരരാകുന്നത് പ്രാഥമികമായിട്ട് നമ്മുടെ മതകർമ്മങ്ങൾ നടത്താൻ നമുക്ക് കഴിവുണ്ടാവുമ്പോഴാണ്, ഉസ്താദിന് കഴിവുമ്പോഴല്ല. നമ്മൾ പഠിക്കണം എങ്ങനെ ഓതെടുക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് വിൽക്കണം, എങ്ങനെ ഹജ്ജിന് പോകണം, എങ്ങനെ നിക്കാഹ് ചെല്ലണം, എങ്ങനെ മരിച്ചാൽ നമ്മൾ ചെയ്യണം, എങ്ങനെ ആ ഒരു സാക്ഷരത ഒരു പ്രൈമറി ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഉമ്മീകളായി മാറുന്നത്. ഖുർആൻ ആരെ പറഞ്ഞറിയോ? ജൂതന്മാരാണ് ഏറ്റവും നല്ല വിവരമുള്ള ആളുകളായി. ക്രിസ്ത്യാനികൾ വിവരമുള്ള ആളുകളായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ. അവർക്ക് വേദഗ്രന്ഥത്തെ കുറിച്ച് ഒരു ഊഹാപോഹം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ അങ്ങനെയൊക്കെ ആയോ? ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്, ആരും കുറ്റം പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ നമുക്ക് വിശ്വാസം. അതിൽ എന്താന്നുള്ളത് ഇവൻ തുറന്നു നോക്കിയിട്ടില്ല. വൈകാരികതയാണ്. ആരെങ്കിലും അതിനെ എതിർത്ത വികാരം കൊള്ളാൻ ആലോചിച്ച് നോക്കണം. വമിൻഹും ഉമ്മിയൂൻ ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ. അവർക്ക് അവരുടെ വേദഗ്രന്ഥത്തെ കുറിച്ച് ചില ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ മലപ്പുറം ജില്ലക്ക് ആവേശം കൊള്ളുന്നുണ്ട്. സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആവേശം ഉണ്ടാകുക സാധാരണക്കാർക്ക് ഒന്നും അറിയാത്തൊക്കെ. പണ്ഡിതന്മാർക്ക് കുറച്ച് ഭേദം ഉണ്ടാവും, കുറച്ച് ക്ഷമയും കാര്യമൊക്കെ ഒരു പഠിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ആവേശം കൊള്ളും, അവർക്കൊരു ആവേശമാണ്. അവർക്ക് ചില വിചാരങ്ങളും വികാരങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എന്തേ ഉമ്മിയാവാൻ കാരണം? അടിസ്ഥാനപരമായ മതപരമായ കിതാബിനെ സംബന്ധിച്ചുള്ള വിവരമില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞത് ഉമ്മിയ് എന്നാണ്, നിരക്ഷരർ എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് പഠിച്ചാൽ, എത്ര പഠിച്ചാൽ, എത്ര ഭാഷ പഠിച്ചാൽ, എത്ര ടെക്നോളജി പഠിച്ചാൽ, എത്ര വലിയ പ്രൊഫസർമാരായാലും, എത്ര വലിയ ഡോക്ടർമാരായാലും, എത്ര വലിയവനായാലും, പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നത് വരെ അവൻ ആരാണ്? റബ്ബിന്റെ അടുത്ത് ഉമ്മിയാണ്. കാരണം അവനെ കൊണ്ടാണ് ഈ പറഞ്ഞ അപകടങ്ങളൊക്കെ ഉണ്ടാകുക. അങ്ങനത്തെ ആളുകൾ കുറെ കൂടിയാൽ അവിടെ ആർക്കാണ് ലാഭം കിട്ടുക? പുരോഹിതന്മാർക്കാണ്. പുരോഹിതന്മാർ കയറി വരും, അവര് ഫത്വ കൊടുക്കും, അത് ആളുകൾ നടപ്പിലാക്കും, പുരോഹിതൻ കാശ് വീർപ്പിക്കും. അതാണ് അനാവശ്യ മാർഗങ്ങളിലൂടെ ജനങ്ങളുടെ പൈസ പിടുങ്ങി പണ്ഡിതന്മാരും പുരോഹിതന്മാരും ശരിക്കല്ലാത്തവരൊക്കെ ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ചുരുങ്ങിയത് വായിച്ചിട്ടെങ്കിലും നമ്മൾ അറിവ് നേടുക. അറിവ് നേടാനുള്ള ഒന്നാമത്തെ മാർഗം വായന തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നമ്മൾ വായിക്കുക, വായന തുടങ്ങുക. വായനക്ക് എടുത്തു പോയിട്ടുണ്ട് ലൈബ്രറി. മനോഹരമായ ലൈബ്രറികൾ എത്രയാണെന്നറിയങ്ങൾ. അവിടെ ഒന്നും വായിക്കാനൊന്നും ആരുമില്ല. നമ്മുടെ മൊബൈലിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. മൊബൈൽ പോരാന്നുള്ളതാണ്. ചിന്തകന്മാരൊക്കെ പറയണത് വായനക്ക് കിട്ടുന്ന ഏകാഗ്രത ഒരിക്കലും ഒരു മൊബൈൽ ഫോണിൽ ഇരുന്ന് വായിച്ചാൽ കിട്ടൂല എന്ന, പുസ്തകത്തിൽ തന്നെ വായിക്കാം. ഖലീഫ മഅ്മൂനോട് ചോദിച്ചു, വായന എന്താണ്? അത്തനസ്സുഹു ഫീ ഉഖൂലിൻ നാസ്. മനുഷ്യരുടെ ബുദ്ധിയിലൂടെയുള്ള ഉല്ലാസയാത്രയാണ് വായന. ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ പി എ പണിക്കർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഒപ്പം വായനയും ചിന്തയുമാണ്. വായന എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബുദ്ധിയിലൂടെയുള്ള ഒരു ഉല്ലാസയാത്രയാണ്. അങ്ങനെ പോകുമല്ലോ, കൊടൈക്കനാലിക്കും മൈസൂർക്കൊക്കെ പോകുമല്ലോ, അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കൊക്കെ പോകുമല്ലോ. അതൊരു ഉല്ലാസയാത്ര, അതൊരു ലഹരിയാണ്. വായന എന്നതൊരു ലഹരിയാണ്. പഴയകാലം. ഇപ്പോ നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ ഫുട്ബോൾ ലഹരിയാണ്.
മറ്റൊരു ലഹരി തൂഫാൻ, വേറൊരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ, അത് മറ്റൊരു ഭാഗത്ത്. കുട്ടികൾക്കൊക്കെ ആ ലഹരിയിൽ നിന്നൊക്കെ മാറിയിട്ട് വായന എന്നതൊരു ലഹരിയായി മാറണം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വായിക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. ഒന്ന് സ്ക്രീൻ ടൈമിംഗ് പ്രശ്നമാണ്. പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബസ്സിൽ ഇരുന്ന് വായിക്കരുതേ, കണ്ണ് കേടരും. മൊബൈലിൽ വായിച്ചാൽ കണ്ണിന് അത് ആരോഗ്യത്തിന് നല്ലതല്ല. തന്നെയുമല്ല, ഏകാഗ്രത കിട്ടൂല. നമ്മൾ മൊബൈലിൽ നിന്ന് വായിക്കുമ്പോൾ അപ്പോഴാണ് അതിൽ വേറെ എന്തെങ്കിലും റീലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ നമ്മളെ മോഹിപ്പിക്കുന്ന, അത് പ്രത്യേകിച്ച് എയിൽ അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൽ എന്താ വിചാരിച്ച് അതിങ്ങനെ കയറി വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വായനയ്ക്ക് ഏകാഗ്രത കിട്ടൂല, നമ്മുടെ ചിന്ത പതറിപ്പോവും. പുസ്തകങ്ങൾ തന്നെ വായിക്കും. നമ്മുടെയൊക്കെ വീട്ടില് കുട്ടികളെ പുസ്തകത്തിലേക്ക്, ഇന്ന് എല്ലാ കുട്ടികളും 1 വയസ്സായ അല്ലെങ്കിൽ അര വയസ്സായ കുട്ടികൾ മുതൽ തുടങ്ങിയിട്ട് അവരൊക്കെ മൊബൈലിന് അഡിക്റ്റാണ്. നമ്മളതൊക്കെ മാറ്റിയിട്ട് ഈ കുട്ടികളെ നല്ല പുസ്തകങ്ങൾ, വലിയ അക്ഷരത്തിലൊക്കെ എഴുതിയ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് വായിപ്പിക്കുന്ന, ചിത്രം കാണിച്ചു കൊടുക്കുന്ന, അതിലേക്ക് നമ്മൾ എത്തണം. അതിനാണ് നമ്മുടെ സർക്കാരും നമ്മുടെ നേതൃത്വവും എല്ലാവരും ഇതിന് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വായന എന്നത് ഒന്നാമത്തെ മാർഗമാണ്. നമ്മൾ വായിക്കണം. മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു അത്ഭുതമാണ് വായന എന്നുള്ളത്. വേറൊരു ജീവിക്കും കഴിയില്ല, മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കണം. അറിവ് നേടാനുള്ള ഒന്നാമത്തെ മാർഗം കുറെ വായിക്കണം. കുറെ വായിച്ചാലേ കുറച്ച് പറയാൻ കഴിയുള്ളൂ. ഒരു പ്രാസംഗികനോട് ചോദിച്ചു എന്നാ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആലോചിച്ചോക്ക്, ഒരു പ്രാസംഗികനോട് ചോദിക്കാണ്, നിങ്ങൾ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രിപ്പയർ ചെയ്യണം? അപ്പൊ അയാൾ പറഞ്ഞു എന്നാണ്, എനിക്കൊരു 10 ദിവസം പ്രിപ്പയർ ചെയ്യണം. അരമണിക്കൂർ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അപ്പൊ എത്ര വേണ്ടി വരും? 5 ദിവസം പ്രിപ്പയർ ചെയ്താൽ മതി. എന്താ നിങ്ങൾ 2 മണിക്കൂർ പ്രസംഗിക്കോ ചോദിച്ചപ്പോ ഇപ്പൊ തന്നെ തുടങ്ങാന്നാ പറഞ്ഞു. കുറേ പറയാൻ വായനയുടെ ആവശ്യമില്ല, കുറേ ചിന്തിക്കാൻ വായനയുടെ ആവശ്യമില്ല. നമ്മളൊക്കെ നിന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുകളും വേണമെങ്കിൽ നിന്ന് പറയും. പക്ഷെ 5-10 മിനിറ്റ് ഒരു ഗൗരവമായിട്ടൊരു കാര്യം പറയണമെങ്കിൽ നന്നായി വായിക്കണം. അതിന്റെ പാഠപുസ്തകം കുട്ടികൾ മുതൽ തുടങ്ങണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് വായന നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് കേട്ട വാർത്ത വളരെ ദുഃഖകരമാണ്. ഒഡീഷയിൽ 1600ഓളം തെറ്റുകൾ പാഠപുസ്തകത്തിലുണ്ടെന്നാ പറഞ്ഞത്. അവിടുത്തെ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 1600ഓളം തെറ്റുകൾ. ന്യൂട്ടനൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാം. അവിടെ ആപ്പിള് വീണിട്ട് തിന്നാതെ നോക്കിയാൽ പഠിച്ച ന്യൂട്ടൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചതെന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് അവർ. ആ ജാതി പൊട്ട പോയത്തങ്ങള് 1600-ലധികം ഒഡീഷയിലെ സർക്കാർ വിതരണം ചെയ്ത പുസ്തകത്തിലുണ്ടെന്ന് വലിയ വെണ്ടക്കക്ഷരത്തിൽ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ബേസിക് പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. വായന തകരാറിലായാൽ വിവരം തകരാറില്ല. വിവരം തകരാറിലായാൽ അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് അരാജകത്വവും അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ നിരീശ്വരത്വം വരെ, തീവ്രവാദങ്ങളും മറ്റൊക്കെ പോട്ടെ, നിരീശ്വരത്വം വരെ ഉണ്ടാകും. ശരിക്കും പഠിക്കുകയാണെങ്കിലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ അറിവിലൂടെ മനുഷ്യന് പടച്ച തമ്പുരാനെ കണ്ടെത്താൻ സാധിക്കും, അവന്റെ വിജ്ഞാൻ സാധിക്കും, അവന്റെ അറിവിനെ പ്രകാശമാക്കി ആ അറിവ് കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഉപകാരം കിട്ടുന്ന അറിവായിട്ട് മാറ്റാൻ സാധിക്കും. നമ്മള് ഒരു വായന, ഒരു ദിവസം എന്തെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് പത്രത്തിന്റെ ഏജന്റിനെ ഞാൻ വിളിച്ചു ചോദിച്ചു. അയാൾ പറഞ്ഞത് 30 വയസ്സ് 35 വയസ്സ് താഴെയുള്ള ഒരാളും പത്രം വായിക്കണില്ല എന്നാണ്. 35 വയസ്സ് താഴെയുള്ള ഒരാളും പത്രം വായിക്കണില്ല. പത്രം ഇടാൻ ആരും കിട്ടില്ല, അവരൊക്കെ കുടുങ്ങിക്കിടക്കാണ്. പത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ലാത്ത രൂപത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിനപത്രമെങ്കിലും ഒരു ദിവസം നമ്മൾ വായിക്കണം. പത്രം വായിക്കുമ്പോൾ ചരമക്കോളം മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ എഡിറ്റോറിയൽ നമ്മൾ വായിക്കണം. അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എവിടെ എഴുതിയേക്കും പഠിക്കൊന്നും വേണ്ട, മനസ്സിലൊന്ന് വെച്ച് വായിച്ചാൽ മതി. അതുകൊണ്ട് ഈ വായനാ ദിനത്തിൽ, ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്, വായനാ വാരം, വായനാ മാസം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും ഒരു ചെറിയ ഒരു കാൽവെപ്പ് അതിലേക്ക് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് അറിവ് നേടാനുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുഅ്മിനരെ, 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ മുഹറം മാസമാണ്. മുഹറം 10 വരെ നഹ്സൊന്നുമില്ല, നമുക്കറിയാം. പക്ഷേ മുഹറം 9, 10 ആശൂറ, താസുഅ എന്ന് പറഞ്ഞാൽ നമ്മളെ യൗമ അറഫ എന്നൊക്കെ പറഞ്ഞ പോലെ താസുഅ എന്ന് പറഞ്ഞാൽ മുഹറം 9, അതുപോലെ ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10. അടുത്ത വ്യാഴം വെള്ളി ആയിരിക്കും ഇൻഷാ അല്ലാഹ് അതാവുക. അതുകൊണ്ട് നമ്മളൊക്കെ കഴിയുന്നവരൊക്കെ നോമ്പ് നോൽക്കുക, വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഉൾപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, മഴക്കാലമാണ്. മഴക്കാലത്ത് ഒരുപാട്, അതും വിശദമായിട്ട് നമുക്ക് പിന്നെ പഠിക്കാം,
ഒരുപാട് പകർച്ചവ്യാധികൾ മഴക്കാലത്തുണ്ട്. പലപ്പോഴും നമുക്ക് അസുഖം വരാനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കുക. വ്യക്തി ശുചിത്വം എന്നതും പരിസര ശുചിത്വം എന്നതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ നമുക്കറിയാം, സാധാരണ നോർമൽ ജലദോഷം മുതൽ തുടങ്ങിയിട്ട് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, നിപ്പ തുടങ്ങിയ പകർച്ചവ്യാധികളുണ്ട്. സർക്കാരൊക്കെ വളരെ ഗൗരവമായിട്ട് ആ കാര്യം നമ്മുടെ ഉണർത്തുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഈ വായനയുടെ കാര്യമാണെങ്കിലും ഈ സാംക്രമിക രോഗങ്ങളുടെ കാര്യമാണെങ്കിലും പകർച്ചവ്യാധികളാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. നമുക്കിതാരും ക്ലാസ് തരേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്നും ആചരിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും ആരെയും പ്രതിജ്ഞ ചൊല്ലി ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ ദീനില് അത് അധിഷ്ഠിതമാണ്, അതിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാറ്റിലും മുന്നിൽ അതല്ലോ നമ്മൾ പറയുന്നത് വാന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഒന്നാമത്തെ മുസ്ലിമാന്നല്ല. ഒരു മുസ്ലിം ചെയ്യേണ്ട ഏത് കാര്യമുണ്ടോ അതിലൊക്കെ ഒന്നാമത്തവൻ ഞാനായിരിക്കുന്നതാണ്. അതാ വജ്ജത്തുൽ പറയുന്നത്. ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഒന്നാമത്തവൻ ഞാനായിരിക്കുന്നു. അപ്പൊ ഇതൊരു ഗവൺമെന്റിന്റെ ഓർഡറോ അതൊന്നും കാത്തു നിൽക്കണ്ട. വേസ്റ്റുകൾ വലിച്ചെറിയ, അതുപോലെ പരിസരം മലിനമാക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളൊക്കെ സ്വയം വിട്ടു നിൽക്കണം. അതുകൊണ്ട് അത്തരം കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.